പ്രവർത്തകർ ആഹ്ലാദപ്രവം നടത്തി ജാമ്യം കിട്ടാനപ്പോൾ ശരിക്കും സംഘപരിവാർ പ്രവർത്തകർ തന്നെയല്ലേ ഇതിന്റെ പിന്നിൽ? അതുകൊണ്ട് തന്നെ ആഹ്ലാദപ്രവം നടത്തുന്നത് വളരെ വ്യക്തമാണല്ലോ. ഇത് ആഹ്ലാദ പ്രകടനമൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കുന്ന പോലെയാണ്. അതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടുകയില്ല എന്ന് ഏതാണ്ട് ഒരു ഉറപ്പ് ലഭിച്ചതുപോലെയാണ് അവരവിടെ സംഘടിച്ചതും ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയതും. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നീതി നിഷേധിക്കപ്പെടുന്ന, മതേതരത്വം തകർക്കപ്പെടുന്ന, ജനാധിപത്യം ധ്വംസിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണ് തകരുന്നത്, രാജ്യത്തിനാണ് അത് നാണക്കേട് ഉണ്ടാക്കുന്നത് എന്ന് ഭരണകൂടം തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇത് വളരെ പ്രതിഷേധാർഹമായ ഒരു നിലപാട് തന്നെയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈകുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ്. ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. ഇത് മനഃപൂർവ്വം വൈകിപ്പിക്കുവാനും നീതി നിഷേധിക്കുവാനുമുള്ള ഭരണകൂടത്തിൻ്റെ മനഃപൂർവ്വമായൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന എല്ലാവരും അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് ആ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ഇതിനെതിരെ നിലപാടെടുക്കണം. ആ കന്യാസ്ത്രീകളുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുവാനായിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കള്ളക്കഥയാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് നിയമപരമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ ഒരു മിത്ത്, കള്ളക്കഥ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പീഡനങ്ങൾ ഇനിയും ആവർത്തിക്കുവാൻ സാഹചര്യം ഉണ്ടാകരുത്. അത് നിയമപരമായിട്ട് തന്നെ അതിന് സാധൂകരണമില്ല. അതൊരു കള്ളക്കഥയാണെന്ന് കോടതികൾ വഴി പോലും തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ വീണ്ടും പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മനഃപൂർവ്വം ഒരു ഭീതിയുടെ, ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് മിഷണറിമാരെ അവരുടെ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണുവാൻ സാധിക്കൂ.